ലൈംഗിക അതിക്രമ കേസുകളിൽ മുകേഷ് അടക്കമുള്ള നടന്മാർക്ക് അല്പം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തെത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണങ്ങളിൽപ്പെട്ട നടന്മാരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ലെന്ന് അന്വേഷണ ചുമതല വഹിക്കുന്ന AIG പൂങ്കുഴലി IPS. അതിന് പ്രധാന കാരണമായി അവർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം വേണം. ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനാൽ കോടതി നടപടികൾ പരിഗണിച്ചാവും ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയെന്നും AIG വ്യക്തമാക്കി. അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയായ സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. യുവനടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 5 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ച അതേ ആരോപണമാണ് വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാത്രമാണ് ബലാത്സംഗം പരാതി ഉന്നയിക്കുന്നത്. അത് തന്നെ മനഃപൂർവ്വം അപമാനിക്കാനാണെന്നും സിദ്ദിഖ് ഹർജിയിൽ പറഞ്ഞു. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പാകും വരെ അറസ്റ്റ് തടയണമെന്നാണ് സിദ്ദിഖിന്റെ ഹർജിയിലെ ആവശ്യം. സിദ്ദിഖിന് എതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തി. സിദ്ദിഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു. പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. എന്തായാലും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ മുക്കിലും മൂലയിലും വരെ ആരോപണങ്ങളാണ്. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണാം.